എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പം തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അതൊരു പെർട്ടിക്കുലർ ചാനലിൽ മാത്രമാണ്. ഈ രേണുവിനെ പോയി കണ്ടവർ മാത്രം ചില പെർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് വരും. ഇപ്പം ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. ഞാൻ നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്ര നാളും ഇതേ വ്യക്തി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഇനോഗ്രേഷൻ അദ്ദേഹത്തിന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ ഒരു കോസ്പ്ലേസ് അടക്കമായി ഇത്രയും വലിയൊരു പ്രശ്നത്തിലോ കടന്നു പോകുമ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണ്. അപ്പം ലക്ഷ്മി എനിക്കും സുധിച്ചേട്ടനോട് ലക്ഷ്മി വിളിച്ചിരുന്നോ പോയിരുന്നോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർക്ക് കൂടുതലായിട്ട് അറിയാനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കാക്കനാട് ഒരു ഇനോഗ്രേഷനിൽ വെച്ചിട്ട് തന്നെയാണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചത്. അന്ന് ലൈക്ക് ഈ രോഗവിവരം എന്താണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ലൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കോള് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത്. രേണുവിനെ വിളിച്ചിരുന്നു. രേണു അപ്പം ഹോസ്പിറ്റലിൽ ചെക്കപ്സ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രേണുവിൻ്റെ സിസ്റ്റർ കോൾ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം രേണു പിന്നെ എന്നെ തിരിച്ചു വിളിച്ചു. അപ്പം ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ചെക്കപ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. രോഗം നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ സ്ഥിരീകരിച്ചു. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒന്നും ക്യാൻസർ വരാതിരിക്കട്ടെ. പിന്നെ രേണുവിൻ്റെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് തീർച്ചയായിട്ടും രേണു തന്നെ എപ്പോഴും പറയാറുണ്ട്, രേണു ഒരു ഫയർ ആണെന്ന് രേണു ഭയങ്കര അഭിമാനത്തിൽ പറയാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും രേണുവിന് അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം അത് രേണുവിൻ്റെ കോൺഫിഡൻസ് ആണ്. എന്ത് വന്നാലും എനിക്ക് കല്ലി വലി എന്നുള്ള ഒരു കോൺഫിഡൻസ് രേണുവിനുണ്ട്. അപ്പം തീർച്ചയായിട്ടും രേണു പുലിക്കുട്ടിയായിട്ട് തിരിച്ചു വരും തന്നെ പറയാനുള്ളൂ. ഇൻ ടച്ചിലാണ്, കൂടെ ഉണ്ടായിരിക്കുന്ന എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പം പിന്നെ ഷീ ഈസ് വെരി വീക്ക്. എല്ലാം പെട്ടെന്ന് മാറട്ടെ, ഉഷാറാവട്ടെ. ഈ രേണുസുതിനെ പറ്റി ഇപ്പൊ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണുസുതിനെ വെച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രേണുവിനെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇല്ല, എനിക്ക് അതിനെപ്പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. എനിക്കത് കണ്ടപ്പം ലൈക്ക് സത്യം പറഞ്ഞ നോ കമൻസ് എന്ന് പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം രേണുവിനെ ഇഷ്ടമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റാണ്. രേണുവിന് ഒരു പക്ഷേ നമ്മുടെ പ്രസൻസ് സന്തോഷം ഉണ്ടാക്കുമായിരിക്കാം, പക്ഷേ പ്ലീസ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യൂ, രേണുവിനെ കാണൂ, സംസാരിക്കൂ. ആ രോഗത്തിൻ്റെ സീരിയസ്നെസ് എന്ന് പറയണേ നമ്മുടെ കൂടെ ആ വീട്ടിൽ നിൽക്കുന്നവർ ത്രൂ വരെ ഇൻഫെക്ഷൻ വന്നേക്കാം. അപ്പം വീട്ടിലുള്ളവർ അത്രയും ഹൈജീനിക്കായിട്ട് അത്രയും കെയർഫുൾ ആയിട്ടായിരിക്കും രേണുവിനെ ഹോൾഡ് ചെയ്യണേ. നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, വൃദ്ധപ്പൻ വരുമ്പോൾ വരെ മാസ്ക് ഇട്ടിട്ടാണ്. സോ കഴിയുന്നതും എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റിക്വസ്റ്റാണ്, രേണുവിനോട് ഇഷ്ടമുള്ളവർ കൂടുതൽ പേരും നിങ്ങൾ ഫോണിലൂടെ എന്നും വിളിച്ച് രേണുവിനെ ആശ്വസിപ്പിക്കും. കാരണം ചെല്ലുമ്പോൾ അത് എത്രത്തോളം ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവും എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ വളരെയധികം ഹൈജീനിക് ആയിരിക്കും, പക്ഷെ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് റെസിസ്റ്റൻസ് പവർ ഭയങ്കര കുറവായിരിക്കും. അപ്പം എനിക്ക് അത് മാത്രമേ റിക്വസ്റ്റ് പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത്. പിന്നെ ഇപ്പം ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പം ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ച് തന്നെ ചെയ്യണം എന്ന്. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെ എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്താ പറയുക, രേണുവിനെ ചേർത്ത് പിടിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ എനിക്ക് 200% കോൺഫിഡൻ്റ് ആണ് രേണു തിരിച്ചു വരും, തിരിച്ചു വന്നിരിക്കും. പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും രേണുവിനെ ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മള് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കാൻ മാത്രമാണ് അയാളെ പറ്റി നല്ല എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പം തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ അതൊരു പെർട്ടിക്കുലർ ചാനലിൽ മാത്രമാണ്. ഈ രേണുവിനെ പോയി കണ്ടവർ മാത്രം ചില പെർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് വരുന്നു, അങ്ങനെയൊക്കെ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാനേ സുധിച്ചേട്ടനെ കല്ലറയിലേക്ക് എടുക്കുന്ന സമയത്ത്, നമ്മൾ കാറിൽ കയറിയ സമയത്ത് ഞാൻ നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്ര നാളും ഇതേ വ്യക്തി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു ഇനോഗ്രേഷൻ അദ്ദേഹത്തിന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പരിപാടിക്ക്, അതായത് സ്റ്റേജ് ഷോസ് അല്ലാട്ടോ ഞാൻ പറയണേ. കാരണം അന്നത്തെ ഒരു ദിവസം മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ
നുള്ള എല്ലാ ആക്സെപ്റ്റൻസും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത്രയധികം ജനക്കൂട്ടമായിരുന്നു അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് അദ്ദേഹം മരിക്കേണ്ടി വന്നു. നല്ല നല്ല അവസരങ്ങൾ അദ്ദേഹത്തിന്റെ ടാലന്റിനകത്ത് അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇതുപോലെ തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം ഇതിനു മുമ്പ് രേണുവിനെ നെഗറ്റീവ്സ് പറഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം നേരെ മാറി. പക്ഷെ ഈ കമന്റ് ഇടുന്നവരും നെഗറ്റീവായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നവരും ചിന്തിക്കണേ. അതിപ്പം ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അത് അവരുടെ ജാതകത്തിൽ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്ക് ഏറെ പോകേണ്ടി വരും, ഇടയ്ക്ക് താഴെ പോകേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മോശം വീഡിയോ ചെയ്യുമോ? ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളാണെങ്കിൽ മാക്സിമം എങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നേ നമ്മൾ നോക്കുകയുള്ളൂ. പക്ഷേ അല്ലാതെ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അതൊരാൾ എന്ത് കമന്റ് വേണമെങ്കിലും പറയാം, എന്ത് കമന്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. എൻ്റെ ഐഡന്റിറ്റി ഒന്നും വരില്ലല്ലോ. ഈ 10 ഫേക്ക് അക്കൗണ്ട് കൊണ്ട് നടക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഒരു ആപത്ത് വന്നാലേ അതിന്റെ വേദന എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രമാണ് നമുക്കത് പൊള്ളുള്ളൂ. അപ്പൊ അത് മാത്രമേ പറയാനുള്ളൂ. രേണു സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും അങ്ങനെയൊക്കെ ഇതായത്. അത് രേണുവിന്റെ ഇഷ്ടമാണ്. നമ്മൾ ചോദിക്കാൻ നമ്മൾ ആരാണെന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചാലും എനിക്ക് കിട്ടും, നിങ്ങൾക്കും കിട്ടും. പക്ഷെ ഇത്ര നാളും കല്ലെറിഞ്ഞവര് ഇപ്പോ രേണു മോളെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഈ മോശം കമന്റ് ഇട്ട സമയത്ത് നിങ്ങൾക്ക് ഒന്നും ആലോചിക്കായിരുന്നില്ലേ? അത്ര മാത്രമേ പറയാനുള്ളൂ. എന്തും എപ്പോഴും പറയാം എന്നുള്ള ആ ഒരു ധാരണ നിങ്ങൾ മാറ്റണം. തീർച്ചയായിട്ടും. എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ചോദ്യത്തിനും ചിലപ്പോ വരും ഞാൻ കണ്ടന്റ് ആക്കിയിട്ടില്ലേന്ന്. പക്ഷെ രേണു പറഞ്ഞ കാര്യമാണ്, എന്നോട് പറഞ്ഞ കാര്യമാണ്. ചെന്നു സ്റ്റാർ മാജിക്കില് പലരോടും പറഞ്ഞു, പക്ഷെ എനിക്കൊരു പെർഫ്യൂം കിട്ടിയില്ല, ഒന്ന് ചെയ്തു തരുമോ? അത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് അതൊരു കണ്ടന്റ് ആക്കിയത്. അപ്പോ അതിന് പക്ഷെ ഞാൻ കേൾക്കാത്ത പഴികളില്ല. മനസ്സിലായോ? നല്ല കാര്യങ്ങൾ അല്ല, ഇപ്പൊ പല പ്രമുഖരും പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യുന്ന കാര്യങ്ങൾ അറിയിച്ച് തന്നെ ചെയ്യണമെന്ന്. ഇനി അങ്ങനെ തന്നെ അറിയിച്ച് ചെയ്യുമ്പോ ലക്ഷ്മി അറ്റാക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. അപ്പം എന്താണ് അതിന് പറയാനുള്ളത്? അല്ല, എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറെ കയറി, അത് ആദ്യമായിട്ടല്ലേ നമ്മൾ ഒരു ചൂടുവെള്ളത്തിൽ വീഴുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, തിളയ്ക്കാം, നോ പ്രോബ്ലം. അങ്ങനെയല്ല, അത് ശീലമായി. നമ്മൾ ഒരിക്കലും ഗുഡ് സർട്ടിഫിക്കറ്റിന്, പണ്ട് എനിക്ക് അങ്ങനെയായിരുന്നു. ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ടീച്ചർ എന്നെ മോശം വിചാരിക്കോ, ഞാൻ പഠിക്കാത്ത കുട്ടിയാന്ന് ടീച്ചർ വിചാരിക്കോ. അങ്ങനെ എപ്പോഴും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ഏറെ കയറി, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഒരിക്കലും മോശം ഇന്റൻഷൻ വെച്ച് ചെയ്യുന്നതല്ല. അപ്പോ ജനങ്ങളുടെ ഒരാളുടെ വായി നമുക്ക് മൂടിക്കെട്ടാം, പക്ഷെ 1000 കുടങ്ങളുടെ വായി നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെ. അപ്പൊ പറയുന്നവര് പറയട്ടെ. ചേച്ചി, അടുത്ത വൈക്കോലിൽ